കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്നുക്ഷാമം രൂക്ഷമാകുന്നു. മരുന്ന് വിതരണം നിലച്ചൊരാഴ്ച പിന്നിടുമ്പോഴും പ്രശ്നത്തിന് പരിഹാരമായിട്ടില്ല. സംഭവത്തിൽ നാളെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസം നടത്തും. മെഡിക്കൽ കോളേജിലെ ന്യായവില മരുന്നുകടകളിലേക്കുള്ള മരുന്ന് വിതരണം ഈ മാസം 10-നാണ് വിതരണക്കാർ അവസാനിപ്പിച്ചത്. ഇതോടെയാണ് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമം രൂക്ഷമായത്. സർജിക്കൽ ഉപകരണങ്ങളുടെ ലഭ്യത പൂർണ്ണമായും നിലച്ചു. സ്വകാര്യ മെഡിക്കൽ ഷോപ്പുകളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് രോഗികൾ. ക്യാൻസർ രോഗികൾ ഉൾപ്പെടെ 10,000 രൂപയോളം അധികം നൽകിയാണ് പുറത്തുനിന്ന് മരുന്നുകൾ വാങ്ങുന്നത്. കോഴിക്കോട് ജില്ലയിൽ 2 മന്ത്രിമാരുണ്ട്. എന്തുകൊണ്ട് ഇതിന് ശാശ്വതമായ പരിഹാരം കാണാൻ 2 മന്ത്രിമാർ ശ്രമിക്കുന്നില്ല എന്നുള്ളതിനെക്കുറിച്ച് ആ മന്ത്രിമാർ കോഴിക്കോട്ട് ജനങ്ങളോട് കയ്യും കെട്ടി ഉത്തരം പറയണം. അതേസമയം 1 മാസത്തെ കുടിശ്ശിക കൂടി നൽകാമെന്ന് ആശുപത്രി അധികൃതർ വിതരണക്കാരെ അറിയിച്ചു. സെപ്റ്റംബർ വരെയുള്ള കുടിശ്ശിക തന്നു തീർക്കാതെ മരുന്ന് വിതരണം പുനരാരംഭിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വിതരണക്കാർ. 9 മാസത്തെ കുടിശ്ശികയായ 90 കോടി രൂപ ലഭിക്കാനുള്ള സാഹചര്യത്തിലാണ് വിതരണക്കാർ മരുന്ന് വിതരണം അവസാനിപ്പിച്ചത്. 24 കോഴിക്കോട്.